കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ബഹറിൽ നിന്നും തത്സമയം ചേരുകയാണ്. പ്രവീൺ കുമാർ, ഗുഡ് മോർണിംഗ്. അവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്ന് നമുക്കറിയില്ല. താങ്കൾ അവിടെ പോയത് എന്തിനാണ്? കാര്യം ഒരു സുതാര്യതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഞാൻ മിനിഞ്ഞാന്ന് രാവിലെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റോടൊപ്പം ഇവിടെ ഞങ്ങളുടെ OICCയുടെ ഒരു ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനാണ് എത്തിയത്. മിനിഞ്ഞാന്ന് രാത്രി തന്നെ പ്രസിഡന്റ് തിരിച്ചു. എന്റെ സഹോദരിയുടെ ഉണ്ട്. ഞാൻ അവരെ കണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് മടങ്ങാനിരുന്നതാണ്. എയർപോർട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നതും എയർപോർട്ട് അടയ്ക്കുന്നതും. അങ്ങനെ ഇവിടെ താൽക്കാലികമായി ഹെൽഡപ്പ് ആയിരിക്കുകയാണ്. ഇവിടെ ചില മലയാളികളൊക്കെ വാട്സാപ്പിലൊക്കെ സന്ദേശം അയക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നിരന്തരമായ ഈ മൊബൈൽ അലാം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ശബ്ദങ്ങളൊക്കെ സ്ഫോടനത്തിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട് എന്ന രീതിയിൽ അവർ അറിയിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? അത് കറക്റ്റാണ്. ഇന്നലെ സ്ഫോടന ശബ്ദങ്ങൾ നിരന്തരമായി കേട്ടിരുന്നു. പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഫോണിലേക്ക് അലേർട്ട് വന്നിരുന്നു. ആരും പുറത്തിറങ്ങാൻ മടി കാണിക്കുന്നുണ്ട്. അപൂർവം കുറച്ച് ആളുകൾ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സുരക്ഷിതമാണ്. ഇന്ന് കാലത്താവുമ്പോഴേക്കും സ്ഥിതി ഏതാണ്ട് ശാന്തമായിട്ടുണ്ട്. പക്ഷെ വിമാനത്താവളം അടച്ചതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള വെരി ഷോർട്ട് വിസിറ്റ് വന്ന ആളുകൾ, അതുപോലെ തന്നെ വീടുകളിൽ മരണം നടന്ന് എത്താൻ ശ്രമിക്കുന്ന ബന്ധുക്കൾ, പരിശുദ്ധ റംസാൻ മാസത്തിന്റെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള യാത്രക്കാർ, വീട്ടിലെ മംഗളകർമ്മങ്ങളിലേക്ക് എത്താനിരുന്ന ആളുകൾ, അങ്ങനെ നിരവധിയായ ആളുകൾ യാത്ര മുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റു നോക്കിയാൽ ഏറെ സുരക്ഷിതരാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ രാത്രി വരെ ആശങ്കയായിരുന്നു. കാരണം നിരന്തരമായി സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് സീഫ് എന്ന സ്ഥലത്താണ്. അത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തും അല്പം ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ സുരക്ഷിതരാണ്. പക്ഷെ എങ്കിലും ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് ബഹ്റിനിലെ എല്ലാ ആളുകളും. ഓക്കെ, താങ്ക് യു. പ്രവീൺ കുമാർ ഈ മോർണിംഗ് ഷോയിൽ ചേർന്നതിന്. ബഹ്റിൽ നിന്നാണ് ഒരു യാത്രാവേളയിൽ പ്രവീൺ കുമാർ ബഹ്റിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയായിരുന്നു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.